എല്ലാവർക്കും നമസ്കാരം. കേരള സ്റ്റോറി രണ്ടാം ഭാഗത്തിന്റെ ട്രെയിലർ ഇന്നലെ മുതൽ ഔട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര എന്താ പറയുക, കേരള സ്റ്റോറി 1 നമ്മളെല്ലാവരും കണ്ടതാണ്. സംവിധായകന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം, ദേശീയ അവാർഡ് വരെ കൊടുത്തു. അതിനെ ഒരു ഭയങ്കര സംഭവമായി മാറ്റുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര അജണ്ട എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ രണ്ടാം ഭാഗത്തിന്റെ ഒരു ട്രെയിലർ ഔട്ടായിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നതിന് ശേഷം പറയാം. लेकिन बीफ नहीं खाऊंगी. കണ്ടല്ലോ, ഇപ്പം ഈ ഒരു സീൻ എന്ന് പറയുന്നത് എല്ലാവരും കണ്ടു കാണും. കാരണം യൂട്യൂബിലൊക്കെ നമ്പർ 1 ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സിനിമ എന്ന് പറയുന്നത് എപ്പോഴും സംവിധായകന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയാം. പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിന്റെ പേര് കേരള സ്റ്റോറി എന്നാണ്. ഇത് നടപ്പിലാക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അജണ്ട അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതിന്റെ ഒരു കെമിസ്ട്രി നമുക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. നമ്മളെല്ലാം കേരളത്തിൽ താമസിക്കുന്ന മുസ്ലിങ്ങളാണ്, അല്ലെങ്കിൽ കേരളത്തിൽ താമസിക്കുന്ന ഹിന്ദുക്കളോടോ ഒക്കെ ചോദിച്ചാൽ ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും നിർബന്ധിച്ച് ഇഷ്ടമില്ലാത്ത ഒരു ഭക്ഷണം കഴിപ്പിക്കുന്നതോ ഇഷ്ടമില്ലാത്ത ഒരു വസ്ത്രം ധരിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഒരു മതത്തിൽ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്നതോ വല്ലോ കേരള സ്റ്റോറി, അതായത് കേരളത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണോ? നമ്മളെല്ലാവരും കേരളത്തിൽ ജീവിക്കുന്നവരല്ലേ. ഇപ്പോൾ ഇത് കേരളത്തിൽ എന്തായാലും വർക്കൗട്ട് ആവത്തില്ല. അതിനെ അനുകൂലിക്കുന്ന കുറച്ച് മസ്തിഷ്കമില്ലാത്ത കുറച്ചു പേരല്ലാതെ ഒരാൾ പോലും ഈ ഒരു സാധനത്തെ കേരളത്തിൽ അംഗീകരിക്കില്ല. പക്ഷേ എങ്കിലും ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ വേറെ ഇനി പുറത്തൊരു ഇന്റർനാഷണൽ ഒരാളോ വേറെ ഒരു പുറം രാജ്യത്തൊരാൾ വന്ന് കണ്ടാലോ ഇങ്ങനെയാണോ കേരളത്തിൽ നടക്കുന്നത്, ഇതാണോ കേരളത്തിൽ, എങ്ങനെയാണ് കേരളത്തിൽ ഹിന്ദുക്കൾ ജീവിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ചിന്തയായിരിക്കും ഉണ്ടാവുക. പിന്നെ ഒരു കാര്യം കൂടെ പറയാതെ വയ്യ, ഇതിനൊക്കെ അംഗീകാരം കൊടുക്കുന്ന സെൻസർ ബോർഡിനോട് ചോദിക്കാനുള്ള ചോദ്യം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ദേശീയ അവാർഡ് വരെ ഇതിന് കൊടുക്കുമല്ലേ, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞിട്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യം ഓർക്കെയാണ്, പക്ഷെ ഇതൊക്കെ പച്ചവർഗീയത എന്നല്ല എനിക്ക് പറയാനുള്ളത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിന്റെ സംവിധായകരോടും ഇത് കണ്ട് അനുകൂലിക്കുന്നവരോടും ഞാൻ ചോദിച്ചോട്ടെ, ഇങ്ങനെ നിർബന്ധിച്ച് ആരെയെങ്കിലും ഒരു മതത്തിൽ ചേർത്താൽ ആ മതത്തിൽ അവർ എത്ര നാൾ നിൽക്കും? അല്ലെങ്കിൽ ആ മതത്തിൽ അവർ ജീവനിൽ ഭയം അല്ലെങ്കിൽ ജീവന് പേടിയുണ്ടെങ്കിൽ പോലും ആ മതത്തിൽ ആരും വിശ്വസിക്കാനോ തയ്യാറാകത്തില്ല. ഞാൻ ചോദിക്കട്ടെ, അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവരാണോ ഈ മുസ്ലിങ്ങൾ? അത്രയ്ക്കും വിവരം കെട്ടവരാണോ മുസ്ലിങ്ങൾ? ഇങ്ങനെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുമ്പോൾ ഇതേപോലെ ചുറ്റും കൂടിയിരുന്ന് അവർക്ക് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ അവർ മതത്തിലേക്ക് വരുമെന്നും അങ്ങനെ ഒരു 100 പേരെ മതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നൊക്കെ ഉള്ള പൊട്ടന്മാരാണോ ഈ മുസ്ലിങ്ങളെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവരാരും അരിയാഹാരമല്ലേ കഴിക്കുന്നത്? ഇങ്ങനെയൊക്കെ ഒരു സംവിധായകന്റെ തലയിൽ ഊരിത്തിരിഞ്ഞ് അതൊരു സിനിമയാക്കി അതിനെ ഇത്രയും മഹത് വൽക്കരിക്കുന്നതിന്റെ കാര്യം ചിലരൊക്കെ പറയുന്നുണ്ട് ഇതൊരു റിയൽ സ്റ്റോറിയാണെന്ന്. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ, വേറെ സംസ്ഥാനങ്ങളുടെ കാര്യം പോട്ടെ, കേരളത്തിൽ എവിടെയാണ് ഒരാളെ നിർബന്ധിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണം കഴിപ്പിക്കുന്നത്? എവിടെയാണ് അയാൾക്ക് ഇഷ്ടമില്ലാത്ത വസ്ത്രം ധരിപ്പിക്കുന്നത്? എവിടെയാണ് അയാൾക്ക് ഇഷ്ടമില്ലാത്ത മതത്തിൽ നിർബന്ധിച്ച് ചേർക്കുന്നത്? ഇപ്പൊ അത് കാലം മാറിപ്പോയി. കേരളത്തിൽ ഒരിടത്തും ആർക്കും നിർബന്ധമില്ലാത്ത ഒരു ഭക്ഷണവും കഴിപ്പിക്കുന്നില്ല. ബീഫ് ഇഷ്ടമില്ലാത്തവർ കഴിക്കുന്നില്ല, പന്നിയിറച്ചി ഇഷ്ടമില്ലാത്തവർ കഴിക്കുന്നില്ല, ഇഷ്ടമുള്ളവർ കഴിക്കുന്നു. മത്സ്യവും മാംസവും ഒക്കെ ഇഷ്ടമുള്ളവർ മാത്രമാണ് കഴിക്കുന്നത്. ഇഷ്ടമില്ലാത്ത ബ്രാഹ്മിൻസിനെ പോലുള്ളവരൊന്നും ഇതൊന്നും കഴിക്കാറില്ല. അവരൊക്കെ പ്യൂർ വെജിറ്റേറിയൻസ് ആണ്. അവരെ ഒന്നും നമ്മൾ ആരും, കേരളത്തിലെ ഒരു മുസ്ലിങ്ങളും അല്ലെങ്കിൽ വേറെ ഒരു മതത്തിൽപ്പെട്ടവർ നിർബന്ധിച്ച് അവരെ യാതൊരുവിധ ഭക്ഷണങ്ങളും കഴിപ്പിക്കുന്നില്ല. പിന്നെ ഇത് കണ്ട സ്ഥിതിക്ക് ഒരു കാര്യം ഞാനും പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ, എന്ന് വെച്ചാൽ ഇതുവരെ ബീഫ് കഴിച്ചിട്ടില്ലാത്തവരുടെ മുമ്പിലേക്കൊക്കെ ബീഫ് കൊണ്ടു ചെന്നാൽ ഇതുപോലൊക്കെ തന്നെയായിരിക്കും എല്ലാവരും പ്രതികരിക്കുക. അല്ലെ അവർക്കൊക്കെ ഒരു ഛർദ്ദിക്കാൻ വരും, ചിലപ്പോൾ അതിൻ്റെ മണം പിടിക്കത്തില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരിത് വരും. അപ്പോൾ ഒരു 6 മാസമൊക്കെ കഴിയുന്നതിന് മുമ്പ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇത് ചെറിയ രീതിയിലൊക്കെ കൊടുത്തു തുടങ്ങണം. മനസ്സിലായോ? അന്ന് ഒരുപാട് മസാലയൊന്നും ചേർക്കാതെ ഇച്ചിരി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടേ, ഇച്ചിരി മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് കുക്കറിൽ 2-3 വിസിലൊക്കെ അടിച്ചിട്ട് അത് ചെറിയ രീതിയിൽ നമ്മുടെ ചോറിന്റെ കൂടെ കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ ഞെവിടി ഇങ്ങനെ കൊടുത്ത് ഒരു 6 മാസം കഴിയുമ്പോൾ മുതൽ, ഒരു 6 വേണ്ട, ഒരു 7-8 മാസം, കാരണം ഇച്ചിരി ഇറച്ചി മീനൊക്കെ കൊടുക്കാൻ കഴിയുക പിള്ളേർക്ക് ഡൈജഷൻ ആവേണ്ട, ഒരു 8-9 മാസം അല്ലെങ്കിൽ ഒരു വയസ്സ് കൂട്ടിക്കോ, ഒരു വയസ്സ് കഴിയുന്നൊരു ചെറുതായിട്ടൊക്കെ കൊടുത്ത് ശീലിക്കുകയാണെങ്കിൽ പിന്നെ ഇച്ചിരി ബീഫ് നല്ല കുരുമുളകൊക്കെ ഇട്ടങ്ങോട്ട് വഴട്ടി വെക്കുന്നത് കണ്ടാൽ ആരാണ് കഴിക്കാത്തത്? അതിൻ്റെ കൂടെ 2 പൊറോട്ടയും കൂടെ ആയാലോ, ഇച്ചിരി നെച്ചോറാണെങ്കിലോ,
കപ്പയും ബീഫ് കറി പോട്ടെ, ഇതെല്ലാം പോട്ടെ, എന്ത് വേണേലും നമ്മളെല്ലാവരും കഴിക്കും. അത്രയ്ക്കും നല്ല എന്താ പറയുന്ന ടേസ്റ്റുള്ള ഭക്ഷണമാണ് ബീഫ് എന്ന് പറയുന്നത്. അപ്പോൾ കേരള സ്റ്റോറി കമ്മിങ് എഗെയിൻ എന്നൊക്കെ പറഞ്ഞോട്ട് വരുന്നുണ്ട്. അപ്പം ഇവിടെ ഇതൊന്നും ഒരു സമുദായത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഇത്രയും കോടിക്കണക്കിന് ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു മതത്തെയൊക്കെ ഇത്രയും വ്രണപ്പെടുത്തുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്കൊക്കെ സന്തോഷം കിട്ടുന്നെങ്കിൽ അതായിക്കോട്ടെ. പക്ഷേ ഇതൊരു റിയൽ സ്റ്റോറിയാണെന്നും ഇതൊക്കെ നടക്കുന്ന സംഭവങ്ങളാണെന്നും പറഞ്ഞൊന്നും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ദയവായിട്ട് കേരളത്തിൽ ഇത് സംഭവിക്കാറില്ല കേട്ടോ. കേരള സ്റ്റോറി ഇങ്ങനെയൊന്നും അല്ല. കേരളത്തിൽ ഇഷ്ടമുള്ളവർ കഴിക്കും, ഇഷ്ടമില്ലാത്തവർ കഴിക്കത്തില്ല. അങ്ങനെയാണ് നമ്മൾ കേരളത്തിൽ ഇങ്ങനെ എന്തു പറയുന്നത് ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് ദയവായിട്ട് കേരള സ്റ്റോറി എന്താ പറയുന്നത് ഇങ്ങനെയൊന്നും അല്ല. അതുമാത്രമല്ല, അവിടെ കേരളത്തിലുള്ള ഹിന്ദു പെൺകുട്ടിയെ പിടിച്ചിരുത്തി നിർബന്ധിച്ച് ബീഫ് വായിലോട്ട് കുത്തി കയറ്റുന്നതിന് ഹിന്ദിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ സിനിമ ഹിന്ദിയിലായിരിക്കാം. അപ്പോൾ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കേരളത്തിലുള്ളവരെക്കാൾ കൂടുതൽ നോർത്ത് ഇന്ത്യക്കാർക്കൊക്കെയാണ് അറിയാവുന്നതെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നിങ്ങൾ ഇപ്പോൾ സിനിമ എന്ന് പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കമൻറ്റുകൾ വരാം. ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, പക്ഷേ ഇതൊക്കെയെന്ന് വെച്ചാൽ ഒരു ക്രൂവൽറ്റി ഒരു മതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമുദായത്തിൻ്റെ തലയിലേക്ക് ഒരു കാര്യമില്ലാതെ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണോ? ഇത് തിരിച്ചൊരു മുസ്ലിം സംവിധായകനോ അല്ലെങ്കിൽ ഒരു മുസ്ലിം സംവിധായകൻ അല്ലെങ്കിൽ ഒരു സിനിമയാക്കി ഇപ്പം തിരിച്ച് വേറെ ഏതെങ്കിലും ഒരു സമുദായത്തിലുള്ളവർക്കെതിരെ ഇതേപോലൊരു അജണ്ടയോ അല്ലെങ്കിൽ വേറൊരു സമുദായത്തിലുള്ളവർ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നടപ്പിലാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിവിടെ നമ്മൾ അംഗീകരിക്കുമോ? അത് നമ്മൾ ഉൾക്കൊള്ളുമോ? അതാണ് എൻ്റെ ചോദ്യം. ഇല്ലല്ലോ, ഒരിക്കലുമില്ല. നമ്മളിപ്പോൾ ഈ ഒരു മതത്തിൻ്റെയും പേര് നമ്മൾ ആശയങ്ങളെ വിമർശിക്കാറുണ്ട്, ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാറുണ്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ ഒരു മതത്തിനെയും ഒരു വ്യക്തിയെയും നമ്മൾ എന്താ പറയുന്നത് ആക്ഷേപം പറയുകയോ അപമാനിക്കുകയോ ചെയ്യാതെ പരസ്പര ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ആ വിമർശനങ്ങൾ പറയുമ്പോഴാണ് അതിന് സ്വീകാര്യത കൂടുന്നത്. അതെവിടെയാണെങ്കിലും ആ ഒരു ബഹുമാനം ഒരു സമുദായത്തിനോടാണെങ്കിലും ഒരു വ്യക്തിയോടാണെങ്കിലും എന്താ പറയുന്നത് ആ ഒരു ബഹുമാനത്തോടു കൂടി മാത്രം നമ്മൾ കാര്യങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ പറയുമ്പോഴാണ് അതിന് സ്വീകാര്യത ഉണ്ടാവുന്നത്. താങ്ക് യു.